ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം പതിപ്പിനായി ഫ്രാഞ്ചൈസികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി. IPL 2025-ൽ 5 താരങ്ങളെ നിലനിർത്താൻ അനുവദിച്ചേക്കുമെന്നും റൈറ്റ് ടു മാച്ച് കാർഡ് അഥവാ RTM ഉണ്ടാവില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം. IPL 2022-ന് ശേഷമുള്ള ആദ്യ മെഗാ താരലേലമാണ് വരുന്നത്. അതേസമയം ആരാധകർ ഈ മെഗാ ലേലം കാത്തിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. താരം മുംബൈ ഇന്ത്യൻസ് വിടും എന്ന അഭ്യൂഹം ശക്തമായി ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത് ഏത് ടീമിലേക്ക് ചേക്കേറും എന്നറിയാനാണ് ഭൂരിഭാഗം പേരും കാത്തിരിക്കുന്നത്. RCB വമ്പൻ തുകയ്ക്ക് താരത്തെ സ്വന്തമാക്കാൻ കാത്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ കാത്തിരിപ്പുകൾ ഒന്നും ഇനി ആവശ്യമില്ല. കാരണം അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തെന്നാൽ ക്യാപ്റ്റൻസി ഇല്ലെങ്കിലും രോഹിത് മുംബൈയിൽ തന്നെ തുടരും എന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക്കിന്റെ മുംബൈ ഇന്ത്യൻസ് അരങ്ങേറ്റം വലിയ പരാജയമായിരുന്നു. 14 മത്സരങ്ങളിൽ നിന്ന് വെറും 8 പോയിന്റുമായി മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളായ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെയും മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസിന് IPL ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിലും 13 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റ് വീഴ്ത്തി ബുംറ കിടിലൻ ഫോമിൽ തന്നെയായിരുന്നു. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് ടീം ഇന്ത്യയുടെ T20I ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ IPL ആണ് വരുന്നത്. മുംബൈയിൽ ബാറ്റിംഗ് ഓർഡറിൽ അർഹിച്ച സ്ഥാനം ലഭിക്കുമെന്ന് സ്കൈ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതേസമയം കഴിഞ്ഞ സീസണിൽ ഹർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ട്രേഡ് വഴി ടീമിലെത്തിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആക്കുകയും രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ രോഹിതിന് മുംബൈയിൽ തുടരില്ല എന്ന അഭ്യൂഹം ശക്തമായത്. മാത്രവുമല്ല, കഴിഞ്ഞ സീസണിൽ മികച്ച താരങ്ങൾ അണിനിരന്നിട്ടും ഏറ്റവും പിന്നിലായി പോയത് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിന് വലിയ ക്ഷീണമായിരുന്നു. 5 തവണ മുംബൈക്ക് IPL കിരീടം നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിലുള്ള അമർഷം ആരാധകർ മത്സരങ്ങൾക്കിടെ പരസ്യമാക്കിയതും തലവേദനയായിരുന്നു. വരുന്ന നവംബറിൽ IPL മെഗാ താരലേലം സംഘടിപ്പിക്കാനാണ് BCCI ആലോചിക്കുന്നത്. GCC രാജ്യങ്ങളിലൊന്നിലായിരിക്കും ലേലമെന്നാണ് സൂചന. കഴിഞ്ഞ മെഗാ താരലേലം ദുബായിലാണ് നടന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ട് പ്രകാരം രോഹിത് മുംബൈയിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിച്ചത്. മുംബൈ ആരാധകർക്കും ഈ റിപ്പോർട്ട് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഈ റിപ്പോർട്ടുകളെല്ലാം ശരിയാണോ എന്നറിയാൻ താരലേലം വരെ കാത്തിരിക്കേണ്ടതുണ്ട്.